ഇതിൽ മമ്മൂട്ടി ഒരു വിശദീകരണം നൽകേണ്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നൽകണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അതൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് നമുക്ക് പറയാം. പക്ഷെ ഇത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് തനിക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കണ്ണടച്ച് ആ രീതിയിലത്തേക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ഘട്ടമാണോ ഇത് എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിച്ചു നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പല മന്ത്രിമാർ, MP മാർ, MLA മാർ തുടങ്ങിയ പല ആൾക്കാരും അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു നല്ല സന്ദേശമല്ല. പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്ന സിനിമയെ പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള ധാരണ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പങ്കുവെച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. രണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാണ്. നമ്മുടെ നാട്ടിൽ സൈബർ ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം നേരിടുന്ന ആദ്യത്തെ നടനൊന്നുമല്ല ശ്രീ മമ്മൂട്ടി. വളരെ കൃത്യമായിട്ട് ഓരോ തവണയും അദ്ദേഹം ബ്ലോഗ് എഴുതുന്ന സമയത്ത് അതിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ. താൻ എടുക്കുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു ആംബുലൻസ്, ഇപ്പൊ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ച സമയത്ത് അതിന് വിശദീകരണം നൽകേണ്ടി വന്ന ആളാണ് ശ്രീ ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ വിഷ്ണു മോഹനും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും ഇവരെ എല്ലാവരെയും തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് എന്നും ഇവരാരും തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രീണനത്തിനോ വിദ്വേഷത്തിനോ ശ്രമിക്കുന്ന ആൾക്കാരല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും MP യോ MLA യോ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അപ്പൊ നമ്മളൊരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ ഇങ്ങനെ പറയുകയും മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്താൽ അതിൽ മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പാണ്. അതല്ല എങ്കിൽ ഈ ആൾക്കാരെല്ലാവരും തന്നെ സമാനമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരേ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു വിഷയം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മതം വിഷയമാകുന്ന സിനിമകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് പ്രീണനം എന്ന നിലയ്ക്കോ വിദ്വേഷം എന്ന നിലയ്ക്കോ ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നു. കേരള സ്റ്റോറി എന്ന സിനിമ വരുന്ന സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞ് ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ തന്നെ പല സിനിമകൾ ഇങ്ങനെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പത്മാവത് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതൊരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമയേ അല്ല, അതൊരു പഴയ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പോലും അത് ആ രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു. കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഉണ്ടായിരുന്ന സമയത്ത് അത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആ രീതിയിലത്തേക്ക് ചിത്രീകരിക്കപ്പെട്ടു. മലയാളത്തിൽ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ശ്രീ ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള ഹലാൽ ലവ് സ്റ്റോറി എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര്. അത് വന്നിരുന്ന സമയത്ത് മുസ്ലിങ്ങളെ പിന്നെ പഴയ കാലത്തേക്ക് മാത്രമായിട്ട് തളച്ചിരുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമയിലുള്ളത് എന്ന നിലയ്ക്കുള്ള നിരൂപണങ്ങൾ വരുന്നത് കണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധമെന്നോ ഹിന്ദു വിരുദ്ധമെന്നോ ഒക്കെ തന്നെ നിരവധി സിനിമകൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമ വരുന്ന സമയത്ത് മാത്രം നമുക്കൊരു പൊതു കോൺഷ്യൻസ് ഉണരുകയും അതിന്റെ പേരിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ മതവിഭാഗത്തിനെതിരെ വേണ്ട എന്ന് പറയുകയും എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വ്യക്തിപരമായിട്ട് പോലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാമാനിക്കുന്നിൽ ശ്രീ മോഹൻലാൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസം പിന്തുടരുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അവകാശത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ആരെങ്കിലും ശ്രീ മമ്മൂട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മോഹൻലാൽ ആരാണ്, മമ്മൂട്ടി ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അറിയാം. ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഈ ആരോപണം തെറ്റാണ്, ഞാൻ ആ രീതിയിലത്തേക്ക് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് എങ്കിൽ ആ വിവാദം അവിടെ തീരേണ്ടതുമാണ്. അത് അങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷെ അത് അദ്ദേഹം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ബലമുണ്ടാകും. പിന്നെ പലപ്പോഴും പറയപ്പെടുന്നത് പോലെ ഇതൊരു സംഘപരിവാർ ആസൂത്രണത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്കാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ നിലയ്ക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീ ഷഷാദ് തന്നെ പറയുന്നത് അദ്ദേഹം CPM അനുഭാവിയാണ് എന്നാണ്. അദ്ദേഹം മമ്മൂട്ടിയുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ അതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ രീതിയിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയാണ് ഈ ഒരു ഇരട്ടത്താപ്പിന്റെ ഒരു ഘടകം കടന്നു വരുന്നത്. കാരണം
ഈ ആരോപണത്തിനൊരു വ്യക്തത വേണം എന്ന് പറയുന്ന ആളുകൾ അവർ വേട്ടക്കാരാകുകയും ആരോപണം ഉന്നയിച്ച ആളുകൾ ഇരകളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടത് സൈബർ ലോകം, പ്രത്യേകിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞത് പിതൃത്വമില്ലാത്ത ചില ഗ്രൂപ്പുകളല്ല, അറിയാവുന്ന അറിയപ്പെടുന്ന ജനപ്രതിനിധികളുണ്ട്, ഇടത് നേതാക്കളുണ്ട്, അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്.